ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. സദ്യയിലേക്കുള്ള വറുത്തപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഇന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വറുത്തപ്പേരി ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ നേന്ത്രക്കായാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ നല്ല മൂത്ത പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ കറയൊന്ന് കളയണം. കറ കളയാനായിട്ട് നമുക്ക് നേന്ത്രക്കായയുടെ തൊലി കളഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണം. കറ പോകാൻ വേണ്ടി ഏകദേശം ഒരു അരമണിക്കൂറോളം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാവും. കറ പോയതിന് ശേഷം ഒരു നേന്ത്രക്കായ 4 ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നാലും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ചായിട്ടാണ് നേന്ത്രക്കായ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നേന്ത്രക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരു 80% ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 80% ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പുവെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഉപ്പുവെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ വറുത്തപ്പേരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു വറുത്തപ്പേരി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.